സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിയും കാറ്റും ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. എബി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എബി, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2 ദിവസമൊക്കെ ആയിട്ട് വേനൽ മഴ വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുന്നറിയിപ്പുകളൊക്കെ? ഇന്നലെ ശക്തമായ രീതിയിലുള്ള മഴ ആരംഭിച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തെ പാലോട് ഭാഗത്ത് 113 മില്ലിലിറ്റർ മഴ ലഭിച്ചു എന്നുള്ളതാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2-ാം തീയതി വരെ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നാളെ അതുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനിലയിൽ വലിയ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നമ്മൾ തുടർച്ചയായി 40 ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ തന്നെ താപനില എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ 39 ഡിഗ്രി ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ കോട്ടയത്ത് 36 ഡിഗ്രിയും ഇന്നലെ കോട്ടയത്ത് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പതിവിൽ 3 ഡിഗ്രി മുകളിലാണെങ്കിൽ പോലും ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ ഒരു വലിയ ആശ്വാസം ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ മഴ തുടർന്നും ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഈ തമിഴ്നാടിന് മുകളിൽ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടുകയും അത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ വേനൽ മഴ ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടിയും കാറ്റും ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം ആളുകൾ എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഒപ്പം തന്നെ 50 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മായ, എബി, മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഈ വൈദ്യുതി ഉപയോഗത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും വൈദ്യുതിയുടെ ഉപയോഗത്തിലും അത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട് KSEB അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ പവർ കട്ട് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മഴ പെയ്തപ്പോൾ തന്നെ അന്തരീക്ഷം തണുക്കുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് കുറവും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും KSEB ചൂണ്ടിക്കാണിക്കുന്നു. വൈകുന്നേരത്തെ വൈദ്യുതി ഉപഭോഗത്തിലും വലിയ രീതിയിലുള്ള കുറവ് ഇത്തവണ ഈ 2 ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 10:30യോടുകൂടി അതിന്റെ കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ KSEB പുറത്തുവിടുമായ. ശരി, എന്തായാലും സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നുണ്ട്. എബിയാണ് വിവരങ്ങൾ നൽകിയത്.